എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ് ഓറഞ്ച് ചിക്കൻ. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ ഇനി നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ഓറഞ്ച് ചിക്കൻ്റെ സോസ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അതിന് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ, പിന്നെ വൈറ്റ് വിനീഗറാണ് എടുത്തിരുന്നത്, അത് 3/4 കപ്പ്, 1/3 കപ്പ് സോയാ സോസ്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസും, പിന്നെ 1/4 കപ്പ് വാട്ടർ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ബോയിൽ ആവുന്നുണ്ട്. ഈ സമയത്ത് ഞാനിത് 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ കലക്കി ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോസ് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയാണ് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്തത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും ചതച്ചെടുത്തതാണ്, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, സ്പൈസി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സോസിനകത്ത് ഉപ്പൊക്കെ ഉണ്ട്, സോയാ സോസിൻ്റെ. ഉപ്പില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. നല്ല കുറുകി വരണം, അതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇവിടെ 1.5 LB ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കോൺ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 1 എഗ്ഗ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബൗളിലേക്ക് മൈദ ഫ്ലോറും പിന്നെ നമ്മളെടുത്ത് കോൺ സ്റ്റാർച്ചും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ആക്കിയത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാവിൽ മുക്കി എന്നിട്ട് അത് ഈ എഗ്ഗിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് വീണ്ടും അത് മാവിൽ മുക്കി ഇനി എല്ലാ ചിക്കനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മാവിലെയും എഗ്ഗിലും ഒക്കെ മുക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസുകളായിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ഇപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കൻ എടുത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന അതിൻ്റെ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എന്താണ് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സെസ്മി സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇവിടെ ഓറഞ്ച് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പ്ലെയിൻ റൈസിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക്